ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ താജ്മഹൽ എന്ന പോയത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇൻ ദി പോയറ്റ്സ് വ്യൂ ആർ ദി തിങ്സ് ദാറ്റ് വുഡ് ഫ്ലോട്ട് എവേ ഡൗൺ ദി സ്ട്രീം ഓഫ് ടൈം? പോയറ്റിൻ്റെ കാഴ്ചപ്പാടിൽ കാലത്തിൻ്റെ ഒഴുക്കിനൊപ്പം ഒലിച്ചു പോകുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? ആൻസർ, ലൈഫ്, യൂത്ത്, വെൽത്ത് ആൻഡ് റിനൗൺ ഓൾ ഫ്ലോട്ട് എവേ ഡൗൺ ദി സ്ട്രീം ഓഫ് ടൈം. മനുഷ്യൻ്റെ ജീവൻ, യുവത്വം, സമ്പത്ത്, പിന്നെ എന്താ റിനോൺ എന്ന് വെച്ചാൽ നെയിം ആൻഡ് ഫെയിം എന്ന് വെച്ചാൽ പേരും പ്രശസ്തിയും. ഇതൊക്കെയാണ് കാലത്തിൻ്റെ ഒഴുക്കിനൊപ്പം ഒലിച്ചു പോകുമെന്ന് പോയിട്ട് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് വാസ് ഷാജഹാൻസ് ഹേർട്ട്സ് പെയിൻ? ഷാജഹാൻ്റെ ഹൃദയവേദന എന്തായിരുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്? ആൻസർ, ഇറ്റ് വാസ് ദി മെമ്മറി ഓഫ് ഹിസ് ബിലവ്ഡ് വൈഫ് മുംതാസ്. ഷാജഹാൻ എന്താണ്? തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഷാജഹാൻ്റെ ഹൃദയത്തിലെ വേദന. തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ഇമ്പീരിയൽ പവർ കമ്പയർഡ് ടു ദി സ്പ്ലെൻഡർ ഓഫ് സൺസെറ്റ്? എന്തുകൊണ്ടാണ് ഇമ്പീരിയൽ പവർ എന്ന് വെച്ചാൽ എന്താ? അധികാരം അല്ലേ? അധികാരത്തെ എന്തുകൊണ്ടാണ് സ്പ്ലെൻഡർ ഓഫ് സൺസെറ്റ് എന്ന് പറഞ്ഞത്? സ്പ്ലെൻഡർ ഓഫ് സൺസെറ്റ് എന്ന് പറഞ്ഞാൽ സൺസെറ്റിൻ്റെ ടൈമിലുള്ള ആ കളർ ചേഞ്ച് അല്ലേ? സണ്ണിൻ്റെ ലൈറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന പോലെ ഇങ്ങനെ കുറഞ്ഞു വരുമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇമ്പീരിയൽ പവർ റൈസസ് ലൈക്ക് ദി സൺഷൈൻ, ലൈക്ക് ദാറ്റ് ഇറ്റ് ഹാസ് ആൻ എൻഡ്. Imperial power also diminishes like the sunlight diminishes. Yes, imperial power എന്ന് വെച്ചാൽ സൺഷൈൻ പോലെയാണ് അല്ലേ? ആദ്യം ഇങ്ങനെ ഉദിച്ച് വരും, എന്നിട്ടോ അതുപോലെ തന്നെ ദാറ്റ് ഇറ്റ് ഹാസ് ആൻ എൻഡ്, അതിന് അതുപോലെ തന്നെ ഒരു അവസാനമുണ്ട് അല്ലേ? ദെൻ പിന്നെ എന്താ? ഇമ്പീരിയൽ പവർ ഓൾസോ ഡിമിനിഷസ് ലൈക്ക് ദി സൺലൈറ്റ് ഡിമിനിഷസ്. ഓക്കെ, അതുപോലെ സൺസെറ്റിൻ്റെ ടൈമിൽ സൺലൈറ്റ് ഇങ്ങനെ എന്താണ്? കുറഞ്ഞു പോകൂലേ? അതുപോലെ തന്നെ ഇമ്പീരിയൽ പവറും കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറഞ്ഞു പോകും. ഫോർത്ത് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദി ലൈൻസ് വിച്ച് മീൻസ് എമറാൾഡ്സ്, റൂബീസ് ആൻഡ് പേൾസ് ആർ ട്രാൻസെൻസ്. ഓക്കെ, എന്താണ്? എമറാൾഡ്സ്, റൂബീസ്, പേൾസ് ഇവയൊക്കെ ട്രാൻസെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ക്ഷണികമാണ്, അല്പനേരത്തേക്കുള്ളതാണെന്നല്ലേ? അങ്ങനെ പറയുന്ന ലൈൻസ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് ലൈനാണ്? ദോ എമറാൾഡ്സ്, റൂബീസ്, പേൾസ് ആർ ഓൾ ബട്ട് ആസ് ദി ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ ട്രക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ ആൻഡ് മസ്റ്റ് പാസ് എവേ. ഓക്കെ, ഈ ലൈനാണ് അല്ലേ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഓൾ ഫ്ലോട്ട് എവേ ഡൗൺ ദി സ്ട്രീം ഓഫ് ടൈം. വാട്ട് ഇമേജ് ഡു യു ഗെറ്റ് ഫ്രം ദിസ് ലൈൻ? ഓക്കെ, എല്ലാം ഒഴുകിപ്പോകുമെന്ന് പറയുന്നുണ്ട് അല്ലേ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഓക്കെ, ആൻസർ എന്താണ്? വാട്ട് എവർ ഈസ് വേർഡ്ലി ആൻഡ് വാല്യുബിൾ വിൽ ഫെയ്ഡ് എവേ വൺ ഡേ അല്ലേ? ഈ ഭൂമിയിൽ എന്തൊക്കെ വില പിടിച്ചതാണെന്ന് പറഞ്ഞാലും അതെല്ലാം ഒരു ദിവസം ഫെയ്ഡായി പോകും അല്ലേ? മങ്ങിപ്പോകും. ഇറ്റ് ഈസ് ദ റൂൾ ഓഫ് അവർ എർത്ത്. അത് നമ്മുടെ ഭൂമിയുടെ ഒരു റൂളാണ് അല്ലേ? എവ്രിതിങ് ഹാസ് ആൻ എൻഡ് ഓഫ് ഇറ്റ്സ് ഓൺ. എല്ലാത്തിനും അതിൻ്റേതായ ഒരു അവസാനമുണ്ട്. സിക്സ്ത് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് 2 ഇൻസ്റ്റൻസ് ഓഫ് സിമിലി ഫ്രം ദി പോയം. ഈ പോയത്തിൽ സിമിലി വരുന്ന 2 ഇൻസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. സിമിലീസ് എന്ന് വെച്ചാൽ ഉപമ എന്നാണ്. ഒന്നിനെ മറ്റൊന്നുമായിട്ട് സാദൃശ്യപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ സിമിലി എന്ന് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ മനസ്സിലാക്കാം നമുക്ക്? അതിൽ ലൈക്ക് അല്ലെങ്കിൽ ആസ്, ഈ 2 വേർഡ്സിൽ ഏതെങ്കിലും ഒന്ന് അതിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് സിമിലി വന്നിട്ടുള്ളത്? ഫസ്റ്റ്, ദി ഹാഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ വുഡ് ഫേഡ് ഇൻ ടു സ്ലീപ്പ് ലൈക്ക് എ സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലെൻഡർ. കണ്ടില്ലേ? അതിൽ ലൈക്ക് വന്നിട്ടുണ്ട് അല്ലേ? ലൈക്ക് എ സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലെൻഡർ. ഓക്കെ, ഇനി അടുത്തതിൽ
Though emeralds, rubies, pearls are all but as the glitter of a rainbow trickling out empty air and must pass away. ഓക്കെ, അതിലെന്താ, അതെ, ആസ് വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇത് രണ്ടുമാണ് ഈ പോയത്തിൽ വരുന്ന സിമിലീസ്. നെക്സ്റ്റ് കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ, അവയുടെയൊക്കെ മീനിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഏതൊക്കെയാണ് വേർഡ്സ്? റിനോൺ, ഇമ്പീരിയൽ, ഹീവ്, എമറാൾഡ്, സോളിറ്ററി, ഗ്ലീം. ഓക്കെ, അതിൻ്റെയൊക്കെ മീനിങ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. റിനോൺ എന്ന് വെച്ചാൽ എന്താ? ഫേമസ്. നെക്സ്റ്റ് ഇമ്പീരിയൽ എന്ന് വെച്ചാൽ റിലേറ്റഡ് ടു എൻ എംപയർ. നെക്സ്റ്റ് ഹീവ്. ഹീവ് എന്ന് വെച്ചാൽ ടു മേക്ക് എ സൗണ്ട് സ്ലോലി ആൻഡ് വിത്ത് ഗ്രേറ്റ് എഫേർട്ട്. എമറാൾഡ്. എമറാൾഡ് എന്ന് വെച്ചാൽ എന്താ? എ ബ്രൈറ്റ് ഗ്രീൻ പ്രഷ്യസ് സ്റ്റോൺ. അടുത്തത് സോളിറ്ററി. സോളിറ്ററി എന്ന് വെച്ചാൽ അലോ വിത്ത് നോ വൺ എറൗണ്ട്. നെക്സ്റ്റ് ഗ്ലീം. ഗ്ലീം എന്ന് വെച്ചാൽ ടു ഷൈൻ വിത്ത് എ പേൽ ക്ലിയർ ലൈറ്റ്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റി 1 എന്താണ്? ഇൻ ദിസ് പോയം ദി പോയറ്റ് യൂസസ് സിമിലീസ് ആൻഡ് മെറ്റഫേഴ്സ്. ഈ പോയത്തിൽ പോയറ്റ് സിമിലിയും മെറ്റഫറും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. A simile is a figure of speech that draws comparison between two things using the words like or as. ഓക്കെ, എന്താണ് സിമിലി എന്ന് പറഞ്ഞാൽ ലൈക്ക് അല്ലെങ്കിൽ ആസ്, ഈ രണ്ട് വേർഡും യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു കാര്യത്തെ വേറെ ഒന്നുമായിട്ട് എന്താണ് സാദൃശ്യപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത് അല്ലേ. പിക്ക് ഔട്ട് ഇൻസ്റ്റൻസ് ഓഫ് സിമിലീസ് ഫ്രം ദി പോയം. ഓക്കെ, ഈ പോയത്തിൽ വരുന്ന സിമിലീസ് കണ്ടുപിടിക്കാനാണ്. ഏതൊക്കെയാണ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടല്ലേ. ഏതൊക്കെയാണ്? ലൈക്ക് എ സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലെൻഡർ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് വരുന്നത് ആസ് ദ ഗ്ലിറ്റർ ഓഫ് റെയിൻബോ ട്രിക്കിംഗ് ഔട്ട് ഓഫ് എംപ്റ്റി എയർ. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലേ, അത് തന്നെയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. Poets use various images to lead the readers to a sensory experience. Images often give us mental pictures that appeal to our senses of sight, sound, taste, touch and smell. എന്താണ്? പോയറ്റ്സ് റീഡേഴ്സിന് നല്ലൊരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? സെൻസറി എക്സ്പീരിയൻസസ് ആഡ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ സെൻസറി ഇമേജസ് ആഡ് ചെയ്യാറുണ്ട്. സെൻസറി ഇമേജസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്? അതെ, സൈറ്റ് വഴിയിലെ കാണുന്നതിലൂടെ, അതുപോലെ സൗണ്ടിലൂടെ, അതുപോലെ ടേസ്റ്റ്, അതുപോലെ ടച്ച്, സ്മെല്ല്, ഇതെല്ലാം വഴി നമുക്ക് ലഭിക്കുന്നതാണ് അല്ലേ. പിക്ക് ഔട്ട് ഇൻസ്റ്റൻസ് ഓഫ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇമേജസ് ഫ്രം ദി പോയം. 1 ഈസ് ഡൺ ഫോർ യു. ഓക്കെ, എന്താണ് നീ ചെയ്യാനുള്ളത്? താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ വിഷ്വൽ ഇമേജസും ഓഡിറ്ററി ഇമേജസും ലിസ്റ്റ് ഔട്ട് ചെയ്യണം. എന്തൊക്കെയാണ് വിഷ്വൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ? എന്താ? നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. ഓഡിറ്ററി ഇമേജസ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ കഴിയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് വരുന്നത് വിഷ്വൽ ഇമേജസിൽ? ക്രിംസൺ സ്പ്ലെൻഡർ, റെയിൻബോ, സോളിറ്ററി ടിയർ, അതൊക്കെയാണ് അതിൽ വരുന്നത് അല്ലേ. ഇനി ഓഡിറ്ററിയിലോ ഏതാ തന്നിട്ടുള്ളത്? ഹാഷ് തണ്ടർ, സൈ, നെക്സ്റ്റ് ബബ്ലിംഗ് സ്ട്രീം, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. റൈറ്റ് ഡൗൺ വേർഡ്സ് ഫ്രം ദി പോയം റിലേറ്റഡ് ടു ട്രാൻസെൻസ് ആൻഡ് എറ്റേണിറ്റി. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ട്രാൻസെൻസും എറ്റേണിറ്റിയും ആയിട്ടുള്ളതൊക്കെ ലിസ്റ്റ് ചെയ്യാനാണ്. എന്താണ് ട്രാൻസെൻസ് എന്ന് വെച്ചാൽ നിമിഷ നേരത്തേക്കുള്ള ക്ഷണികമായിട്ടുള്ള കാര്യങ്ങൾ. എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ അനശ്വരമായ കാര്യങ്ങൾ. അവ രണ്ടും നമ്മൾ ലിസ്റ്റ് ചെയ്യണം ഈ പോയത്തിൽ നോക്കിയിട്ട്. ഫസ്റ്റ് ട്രാൻസെൻസ് ആണ് വരുന്നത്. അതിലേതൊക്കെയാണ്? യൂത്ത്, വെൽത്ത്, ലൈഫ്, ഇമ്പീരിയൽ പവർ, റെയിൻബോ. യുവത്വം, സമ്പത്ത്, ലൈഫ്, അധികാരം, അതുപോലെ റെയിൻബോ, ഇവയൊക്കെയാണ് അതിൽ വരുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് എറ്റേണിറ്റിയിൽ വരുന്നു എന്ന് വെച്ചാൽ അനശ്വരമായ കാര്യങ്ങൾ. ഏതൊക്കെയാണ്? ട്രൂ ലവ് ആൻഡ് സ്വീറ്റ് മെമ്മറീസ്, സത്യമായ സ്നേഹവും അതുപോലെ സ്വീറ്റായിട്ടുള്ള ഓർമ്മകളും അല്ലേ. നെക്സ്റ്റ് വരുന്നത് ടൈം, സമയം, അതുപോലെ ആർട്ട്,
നെക്സ്റ്റ് ബ്യൂട്ടി. ഇവയൊക്കെയാണ് നമുക്ക് എറ്റേണിറ്റിയിൽ വരുന്നത്. ഇത്രയുമാണ് ഈ പോയത്തിൽ വരുന്ന ആക്ടിവിറ്റീസ്. ഇവയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.